ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ്. അത് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതുമായ ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കട്ട്ലറ്റ് നല്ല സ്പൈസി അല്ലേ ഉണ്ടാവും, പക്ഷേ സ്വീറ്റും കൂടി ചേർന്നാലോ അതൊരു അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്താണ്, ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത പൊട്ടാറ്റോ. അതുപോലെ തന്നെ ഒരു ചെറിയ സബോള കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 സ്പൂണോളം പെരിഞ്ജീരകം, ചെറിയ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിക്കായിട്ട് ഒരു 1/2 സ്പൂണോളം ഗരം മസാല, 3/4 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ആവശ്യത്തിന് റൊട്ടിപ്പൊടി വേണം. ഒരു 5 ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണിത്. ആവശ്യത്തിന് റൊട്ടിപ്പൊടി. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ വളരെ മീഡിയത്തിൽ വയ്ക്കാൻ പാടുള്ളൂ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സബോള എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സബോളയില്ലേ അതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇതൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതും ചെയ്തു. നന്നായി ഇളക്കുക. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ആവരുത്. നമ്മൾ പൊട്ടാറ്റോ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എന്ത് കിട്ടും. അപ്പോൾ ചെറുതായി ഒരു 5 മിനിറ്റ് നേരം വേവട്ടെ. ഒരു 5 മിനിറ്റ് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മിക്സ് നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. ഇതിൽ പിന്നെ മസാല ചേർത്തിട്ടുള്ള കാരണം ഇതൊരു വെജ് കട്ട്ലറ്റ് ആണെന്നുള്ള ഫീലും ഉണ്ടാവില്ല. നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഇത് നമുക്ക് തീയെ ഓഫാക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ആഡിയത് ഫ്രൈ ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ഉടച്ചെടുത്തത് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാദ്യം കുഴച്ചെടുക്കാം. കൈ വെച്ച് ഞാനെല്ലാം നന്നായി കൂട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. കണ്ടോ, ഇങ്ങനെ ഇത്ര വലിപ്പം പാടുള്ളൂ. ചെറുതായിട്ട് വേണം. അതായത് സ്വീറ്റായിട്ടുള്ള ചെറിയ കുഞ്ഞ് കട്ട്ലറ്റല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണിത്. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഇങ്ങനെ ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പം ഇതിൻ്റെ മിക്സ് കൂട്ടുമ്പോൾ ഇത് ചെറുതായിട്ട് ടേസ്റ്റ് നോക്കിയാൽ അറിയാം. ചെറുതായിട്ടൊരു മധുരമുണ്ട്, അതുപോലെ നല്ല എരിവുണ്ട്. അപ്പോൾ ഇനി ഇതിന് സ്വീറ്റ്നെസ്, അതായത് മധുരം കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പൊടിക്കായി കൂടി ചേർക്കാം. മധുരം കുറവാണെങ്കിൽ മാത്രം ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു മധുരം ഉണ്ടാവും. മധുരം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും ചിലപ്പോൾ മധുരം കുറവുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തതിന് മധുരമൊക്കെ ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാം. ഇത് കൂടാണ്ട് എനിക്ക് ഒരു മുട്ട നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് ഇനി ശരിയാക്കിയെടുക്കാം. ഓരോ ഉരുളകളെടുത്തിട്ട് ആദ്യം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കാം.
മുട്ടയിൽ മുക്കിയെടുത്ത ശേഷം അത് നമ്മൾ റൊട്ടിപ്പൊടിയിൽ മുക്കിയെടുക്കണം. റൊട്ടിപ്പൊടിയിൽ മുക്കിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വീണ്ടും റൊട്ടിപ്പൊടിയിൽ മുക്കാം. മുക്കിയെടുക്കാം. ഇത് ഓരോന്നും ഇങ്ങനെ മുക്കിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. പാനിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കട്ട്ലേറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറ്റേ സൈഡും ഇതുപോലെ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും നല്ല എരിവുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ള കട്ട്ലേറ്റാണ്. വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.